വി.ഡി. സതീശൻ എവിടെ പോയി എന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? ഇല്ലെങ്കിൽ കൂടുതൽ അന്വേഷിച്ച് തലപോയ്ക്കേണ്ട, പുള്ളി ഓസ്ട്രേലിയയിലുണ്ട്. നാട്ടിൽ ഞാൻ മുഖ്യമന്ത്രി നീ രാജിവെക്ക് എന്ന നാടകങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് കൂളായി തിരികൊളുത്തിക്കൊണ്ട് പുള്ളി ഓസ്ട്രേലിയയിൽ എന്തിനു പോയെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? പുള്ളി എന്തോ വലിയ പരിപാടിക്ക് വേണ്ടി പോയതാ. ഓസ്ട്രേലിയയിൽ സതീശൻ അങ്ങ് ആറാടുകയാണ് മക്കളെ, ആറാടുകയാണ്. എല്ലാ തരത്തിലുള്ള അർമാദങ്ങളും കഴിഞ്ഞ ശേഷം സതീശൻ തന്നെയാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. എന്നാൽ ദൃശ്യങ്ങളിൽ കൂടെയുള്ളത് മലപ്പുറത്ത് നിന്നുള്ള ഒരു വ്യവസായിയാണ്. സിരോഷ് ജോർജ് എന്ന ഒരു വ്യവസായി ഓവർസീസ് കോൺഗ്രസ് എന്നൊക്കെ പേര് വെച്ചിട്ടുണ്ട്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനുള്ള ആളായതുകൊണ്ട് തന്നെ ഈ കച്ചവടക്കാരനുമായി നിങ്ങൾക്ക് എന്താണ് ഇത്ര ബന്ധമെന്ന് നമ്മൾ ചോദിക്കണ്ടേ? അടുത്ത മുഖ്യമന്ത്രി താനാണെന്ന് പറഞ്ഞ് സതീഷ് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടെന്നും പ്ലാനുകളുടെ ഭാഗമായാണ് ഓസ്ട്രേലിയയിലേക്കുള്ള ഈ കറക്കമെന്നും പുറത്ത് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സതീശൻ പങ്കുവച്ച ഫോട്ടോയിൽ നിന്നുമാണ് പുള്ളി ഓസ്ട്രേലിയയിലാണ് എന്നുള്ള കാര്യം ലോകം അറിഞ്ഞത്. എന്നിട്ടും താൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടി എമ്പുരാനെ കുറിച്ച് ഒരു പോസ്റ്ററും PR ടീമിനെ വെച്ച് എഴുതിച്ചു. ഈ ഒളിച്ചുകൾ എന്തിനാണ് എന്നാണ് മനസ്സിലാവാത്തത്. അവിടെ പോയത് എന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിലും സതീശന്റെ കണ്ണൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. കൂടിയ ഇനം എന്തോ അടിച്ചു കയറ്റിയെന്ന് തോന്നുന്നു. മുൻപ് മണലാരണ്യങ്ങളിൽ TN പ്രതാപനും സിദ്ദീഖിനും ഒക്കെ കാലിടറിയതുപോലെ ഇങ്ങനും വല്ല അബദ്ധത്തിൽ ചെന്ന് ചാടിയോ ആവോ. പക്ഷെ ഏറ്റവും അതിശയം സന്ദർശനം എന്തിനു വേണ്ടിയാണ് ഉള്ളതെന്ന് കോൺഗ്രസിലെ ഒരാളും ചോദിക്കുന്നില്ല എന്നതാണ്. പരസ്പരം പാറ പണിയാൻ വേണ്ടിയാണെങ്കിലും പാർട്ടിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ എടുത്ത് വിളയിലിടുന്ന പാരകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടും നിന്ന നിൽപ്പിൽ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുമായി ഇത്രയേറെ പുകലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സമയത്ത് മലപ്പുറത്തുള്ള സിരോഷ് ജോർജ് മലയാളി എന്തിനാണ് സതീശിനെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോയത് എന്നത് കാര്യത്തിൽ ആർക്കും ഒരു വേവലാതിയില്ല. ഇനി പിരിവെടുപ്പാണോ ലക്ഷ്യമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സതീശിന്റെ മുൻപുള്ള ഇങ്ങനത്തെ സന്ദർശനങ്ങളെല്ലാം ഇതുപോലെ പിരിവെടുക്കാൻ വേണ്ടി ഉള്ളതാണ്. മുൻപ് അറബ് രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ സന്ദർശിച്ച് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്തരം സംഘടനകൾ ഉപയോഗിച്ചാണ് സതീശൻ കഞ്ഞി കുടിച്ച് പോകുന്നത് എന്നാണ് കേട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വന്നു പോയിട്ടുള്ള പാതിയിലെ തട്ടിപ്പൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഏറ്റവും അതിശയം ഓസ്ട്രേലിയക്ക് പോകാൻ സതീശനെ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തു എന്നതാണ്. ഇതിനു പുറകിലെല്ലാം ഉള്ളത് കോൺഗ്രസും BJPയും തമ്മിലുള്ള അജണ്ട തന്നെയാണ്. ഒരു മന്ത്രിയായ P. രാജീവിനെ അമേരിക്കയിൽ പോയി ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ അനുവാദം കിട്ടിയില്ല. അതും ഈ നാട്ടിലെ സംരംഭക വർഷം നേട്ടത്തിലൂടെ സമ്പാദിച്ച പേരിൽ പുറത്ത് അമേരിക്കയിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണം ലഭിച്ചിട്ടും കേന്ദ്ര ഗവൺമെന്റ് P. രാജീവിന് അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ 100,000 നൂലാമാലകളായിരുന്നു. സതീശന് പക്ഷെ ഇതൊന്നും ബാധകമല്ല. എന്തായാലും കണ്ടറിയാം.